ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഡൊമിനാർ 400ൻ്റെ ഒരു റിവ്യൂ ആണ്. അതായത് നമ്മുടെ OBD2 വെർഷനാണ്. അതായത് നമ്മുടെ ടൂറിങ് ആക്സസറീസൊക്കെ ആയിട്ട് വരുന്ന ഒരു വെർഷൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ എൻജിൻ സ്പെക്കും ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. എൻജിൻ സ്പെക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ സെയിം 373cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അതായത് നമ്മുടെ KTM സീരീസ് എല്ലാം വരുന്നത് പോലെ തന്നെ, അതായത് പഴയ KTM സീരീസിൽ വരുന്ന എഞ്ചിൻ തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ അതൊന്ന് ഡീബ്രാൻഡ് ചെയ്ത് ഡ്യൂട്യൂൺ ചെയ്ത്, അതായത് 250 പറഞ്ഞ പോലെ തന്നെ അതിനൊന്ന് ഡ്യൂട്യൂൺ ചെയ്തിട്ട് ഇറക്കിയ ഒരു എഞ്ചിനാണ് വരുന്നത്. അതായത് അപ്പോൾ ഈ ഒരു 373cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുമ്പം 40 bhp ആയിട്ട് 8800 RPM, അതുപോലെ തന്നെ ഒരു 35 Nm ടോർക്ക് അറ്റ് 6000 RPM ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു മെയിൻ കോമ്പറ്റീറ്ററായിട്ട് വരുന്നത് നമ്മുടെ ട്രയംഫിൻ്റെ സ്പീഡ് 400ഉം അതുപോലത്തെ വണ്ടികളാണ്. പക്ഷേ അതും ഇതുമായിട്ട് ടോട്ടൽ ഡിഫറൻ്റ് ആണ് വരുന്നത്. അതായത് ബജാജിൻ്റെ തന്നെയാണ് സ്പീഡ് 400ഉം വരുന്നത്. അപ്പോൾ രണ്ടും പ്രൊഡക്ഷൻ സെയിം ആണെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഫുൾ ടോട്ടലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കോമ്പറ്റീറ്ററായിട്ടാണ് അത് നിൽക്കുന്നത് രണ്ടും. അപ്പോൾ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 43 mm ഒരു നമ്മുടെ നോർമൽ USD ഫോർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 17 ഇഞ്ച് അലോയ് വീൽസാണ് രണ്ടും വരുന്നത്. അതുപോലെ തന്നെ വൈബ്രയുടെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. അതായത് ഒരു 320 mm ആണ് ഫ്രണ്ടിൽ വരുന്നത്. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ബൈറ്റ് കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ഈ ഒരു വെർഷൻ എനിക്കിപ്പോൾ കിട്ടിയതേ ഉള്ളൂ. OBD2 വെർഷൻ ഞാൻ അധികം ഓടിച്ചിട്ടില്ല. പക്ഷേ പഴയ ഡൊമിനാർ അത്യാവശ്യം ബ്രേക്കിംഗ് കൊള്ളാം. ഹൈ സ്പീഡ്സിലല്ല, ഒരു നോർമൽ ഒരു സ്പീഡ്സിലൊക്കെ നമുക്കത് കിഡിലോട്ട് നിർത്താൻ പറ്റും. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ടയർ എന്ന് പറയുമ്പോൾ 110 സെക്ഷൻ്റെ ടയറാണ് വരുന്നത്. അത് MRFൻ്റെ ആണ് വരുന്നതെന്ന് തോന്നുന്നു. യെസ്, MRFൻ്റെ ടയറാണ് വരുന്നത് രണ്ടിലും. പക്ഷേ MRFൻ്റെ അത്ര ഭയങ്കര കോൺഫിഡൻസ് ഒന്നുമില്ല. ടയർ മാറ്റിയിട്ട് അപ്പോൾ ആൽഫോ H1 അങ്ങനത്തെ ഏതെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവും. അടുത്ത് പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ സെയിം 17 ഇഞ്ച് അലോയിൽ തന്നെ വരുന്നത് 150 സെക്ഷൻ ടയറാണ് വരുന്നത് പുറകിൽ. അതുപോലെ തന്നെ ഒരു 230 mm ഒരു ഡിസ്കും വരുന്നുണ്ട്. അതും വൈബ്ര തന്നെയാണ് വരുന്നത്. ഇപ്പോൾ രണ്ട് ഡൊമിനാർ തമ്മിൽ എനിക്ക് ഡിഫറൻസ് തോന്നിയെന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റേ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ചിലവർക്ക് ഇത് നല്ലതായിട്ട് തോന്നും. അതായത് ഒരു ടൂറിങ് നിങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എപ്പോഴും ഉപകാരമുള്ള കാര്യമായിരിക്കും. പിന്നെ പില്ലിന് കുറച്ചും കൂടി കംഫോർട്ടാണ്. അതായത് ഈ ഒരു ബാക്ക് റെസ്റ്റ് വരുന്നത്. പിന്നെ മെയിൻ എല്ലാ ചേഞ്ചസും വന്നിട്ടുള്ളത് ഫ്രണ്ടിലാണ്. അതായത് നമ്മുടെ ഡിസ്പ്ലേ സൈഡ് ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുന്നത്. നമുക്ക് അതിലോട്ട് വരാം. അതിന് മുമ്പ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയ ഡൊമിനാറിൽ നിന്ന് ഈ ഡൊമിനാറുമായിട്ട് എനിക്ക് പക്ഷേ ഇത് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു പീസ്. അതായത് നമ്മുടെ അണ്ടർബെല്ലി, പഴയതിൻ്റെ അണ്ടർബെല്ലി കുറച്ചും കൂടി ഷാർപ്പായിട്ട് ഇരുന്നിട്ട് ഇതൊരു കുറച്ചൊന്ന് ഒരു ബൾക്കി ഫീൽ തോന്നിക്കുന്നുണ്ട് ഈ അണ്ടർബെല്ലി. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ 157 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പക്ഷേ ഇത് വെച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞോന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം മറ്റേത് കുറച്ചും കൂടി സ്ലിമ്മായിട്ട് വന്നിരുന്ന ഒരു അണ്ടർബെല്ലിയാണ്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടാകും. ആ സാധനം കുറച്ചും കൂടി ഒന്ന് സ്ലിമ്മായിരുന്നു. പക്ഷേ ഇത് വന്നപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബൾക്കി ഫീൽ വരുന്നുണ്ട്. ഇത് കാണാം, ഓവറോൾ ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ബൾക്കി ഫീൽ വരുന്നുണ്ട് പക്ഷേ അതൊരു പ്ലാസ്റ്റിക് പീസും ഇതൊരു മെറ്റൽ പീസുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സൈഡ് പ്ലാസ്റ്റിക്കും ഈ ഒരു വന്നിരിക്കുന്നത് ഒരു മെറ്റൽ പീസുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി സേഫ്റ്റി കൂടുതലായിട്ട് വരുന്നുണ്ട്. ബട്ട് ലുക്ക് വൈസ് നോക്കുമ്പോൾ അത് അത്രയല്ല, പഴയത് തന്നെയാണ് കുറച്ചും കൂടി സ്യൂട്ടായിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു ക്രാഷ് ഗാർഡ് അത്യാവശ്യം നല്ല ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ക്രാഷ് ഗാർഡായിരുന്നു. പഴയതിലെന്ന് പറയുമ്പോൾ ഈ ഒരു പീസ് മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് ഓക്കെ പക്ഷേ ലുക്ക് വൈസ് അത് നല്ല രസമുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി കുഞ്ഞ് സ്ലിമ്മായിട്ടിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടി വലുപ്പമായിട്ട് വന്നിട്ട് നമ്മുടെ റേഡിയേറ്റർ സൈഡ് എല്ലാം കൂടി ഒന്ന് കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലുക്ക് വൈസ് അത് വലിയതില്ലെങ്കിലും ബട്ട് വർക്ക് വൈസ് അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് തോന്നിയത്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വലിയൊരു വിൻസ്ക്രീൻ ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വിൻ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇപ്പോഴുള്ളവർ ഈ സാധനം മേടിക്കുന്നു, ഇളക്കി മാറ്റുന്നു. അത് ചിലവർ വയ്ക്കും, ചിലവർ ഇളക്കി മാറ്റും. പക്ഷേ ഇത് ടൂറിങ് സൈഡാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ, നിങ്ങളൊരു ടൂറാണെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. കാരണം നമുക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് നമുക്ക് ഒന്നും ചെയ്യേണ്ട, ഓൾറെഡി അവരിത് തരുന്നു. ഇത് പിന്നെ വലിയ സേഫ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഇതൊരു ലുക്ക് വൈസ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ബജാജിന് ഇത്രയും ബിൽഡ് ക്വാളിറ്റി വരാത്തതാണ്. പക്ഷേ ഇത് പക്ഷേ ഒരു ലുക്ക് വൈസും അടിയിലിരിക്കുന്ന കുറച്ച് സ്ട്രെങ്ത് ഉണ്ട്. സ്റ്റിൽ അതൊരു പ്രൊട്ടക്ഷൻ വൈസ് ലുക്ക് വൈസ് അതത്ര ഓക്കെ, കുഴപ്പമില്ല. കുറച്ച് ലുക്ക് വൈസ് കുറച്ച് നമുക്ക് ഈ ഒരു വിൻസ്ക്രീൻ വലിയ ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടാം. ബട്ട് ഇതൊരു ടൂർ വണ്ടിയാണ്. അപ്പോൾ അതിനുള്ള സ്പെക്കിലാണ് അവർ ഇറക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് അവർ തന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ടൂറിങ് പോകുന്ന ഒരു മെയിനായിട്ട് ഷോർട്ട് വിൻസ്ക്രീൻ മാറ്റിയിട്ട് വലിയൊരു വിൻവൈസർ വെക്കാറുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം നമുക്ക് സ്റ്റോക്കായിട്ട് തന്നെ പാർട്സ് വരുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് കെയർ ചെയ്യുന്നത് സീറ്റിൻ്റെ കാര്യം നോക്കാം. നമ്മുടെ റൈഡറിനെന്ന് പറയുമ്പോൾ നല്ലൊരു വിട്ടായിട്ട് വരുന്ന ഒരു സീറ്റാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു
കോഴി കൂരരുത്. ഹിമാലയനിലൊക്കെ വരുന്ന പോലത്തെ സീറ്റിൻ്റെ പോലത്തെ കമ്പയർ, അതായത് പഴയ ഹിമാലയൻ, പുതിയ ഹിമാലയൻ്റെ സീറ്റ് ഞാൻ കണ്ടില്ല. എനിക്ക് പഴയ ഹിമാലയൻ്റെ പോലത്തെ സീറ്റാണ്, പക്ഷേ അത്രയും സോഫ്റ്റ് അല്ല. ഹിമാലയൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കുമ്പോൾ കുറച്ചൊന്ന് മടുപ്പ് പോകുന്ന തരത്തിലുള്ള സീറ്റാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിലെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കംഫർട്ടായിട്ടുള്ള സീറ്റാണ് വരുന്നത്. പിന്നെ പുറകിൽ വരുമ്പോൾ കുറച്ചും കൂടി ഒതുങ്ങിയിട്ടുള്ളൊരു പില്ലിയൻ സീറ്റാണ് വരുന്നത്. അതായത് പില്ലിയൻ ഇരിക്കുമ്പോൾ ഈ രണ്ട് സൈഡുമായിട്ട് തട്ടാത്ത തരത്തിലാണ് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഡൗട്ട് വരുന്നതാണ് കാല് വയ്ക്കുമ്പോൾ എക്സോസ്റ്റ് തട്ടി അങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടോന്നില്ല. കാല് വയ്ക്കുമ്പോൾ പക്ഷേ ഇവിടെ ഒരു പാട് വീഴാറുണ്ട് എപ്പോഴും. നമ്മൾ ഡൊമിനാർ യൂസേഴ്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു പാടാണ് മെയിനായിട്ട്. അത് കാല് ഇവിടെ വെച്ച് കറക്റ്റ് ആംഗിൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റ് പോകും, അല്ലാത്തപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാട് വന്ന് കിടപ്പുണ്ടാകും. അടുത്ത് നമുക്ക് വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ 800 mm സീറ്റ് ഹൈറ്റാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. 193 കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ആക്സസറീസ് കൂടാണ്ടാണോ അതോ ആക്സസറീസ് കൂട്ടിയാണോ അത്രയും വെയിറ്റ് വരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അത്യാവശ്യം വെയിറ്റ് ഉള്ള വണ്ടിയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇത് ഒരിക്കലും നമ്മളൊരു ഡ്യൂക്ക് 390 അല്ലെങ്കിൽ അങ്ങനത്തെ സെക്ഷനിൽ വരുന്ന വണ്ടിയല്ല. നിങ്ങളിത് ടൂററാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും എല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് ടൂറിങ് പോകുമ്പോൾ ഇത്രയും വെയിറ്റ് എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിയിട്ട് സംസാരിക്കും. പുറകിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ സാധനത്തിൽ തട്ടുന്നുണ്ട് കേട്ടോ, അതൊന്ന് നോക്കിക്കോ. അപ്പോൾ എന്തിനാണ് ഇത്രയും വെയിറ്റ് വരുന്നതെന്ന് പറയുമ്പോൾ ഓൾറെഡി ഇതിലൊരു 13 ലിറ്റർ ടാങ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനൊരു 30-31 അടുപ്പിച്ച് അതിൻ്റെ അതായത് ഫ്യൂൽ എഫിഷ്യൻസി ഇപ്പോൾ വരുന്നുണ്ട്. അതെനിക്ക് എത്ര പ്രോപ്പറാണെന്ന് അറിഞ്ഞൂടാ. എന്നാലും ഓണേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ 30-32 ആ ഒരു റേഞ്ചൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. സിറ്റി അല്ല, അവർ ഹൈവേ ഒരു മിക്സഡ് റിവ്യൂ ആയിട്ടാണ് അവരിങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ടൂറിങ് അല്ലെങ്കിൽ ലോങ് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വണ്ടി തന്നെയാണ് ഡൊമിനാർ. ഇപ്പോൾ 390 എന്ന് പറയുമ്പോൾ ഭയങ്കര അഗ്രസീവായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. എത്ര ലീനിയർ ആയിട്ടാണ് അതിൻ്റെ പവറൊന്നും ഇപ്പോൾ ആക്കിയതെന്ന് പറഞ്ഞാലും സ്റ്റിൽ അത് കുറച്ച് ഭയങ്കര അഗ്രസീവ് നേച്ചർ കാണിക്കുന്ന ഒരു വണ്ടിയാണ്. ഇതെന്ന് പറയുമ്പോൾ ലീനിയറായിട്ട് പവർ ഡെലിവറി ചെയ്ത്, അതായത് പെട്ടെന്ന് ഭയങ്കര റിസ്ക് കുറഞ്ഞൊരു വണ്ടിയാണ് ഡൊമിനാർ എന്ന് പറയുമ്പോൾ. പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ ഇത്രയും വെയിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളുണ്ട്. അതായത് വണ്ടി ചരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ നിൽക്കാൻ ചാൻസ് കുറവാണ്. അതായത് 193 ഡ്രൈ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഫ്യൂലും കൂടിയൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് ഒരു 200 അല്ലെങ്കിൽ 198 ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് വെയിറ്റ് വരും. പിന്നെ വെയിറ്റ് മെയിനായിട്ട് വണ്ടി ഓടി തുടങ്ങിക്കഴിഞ്ഞാലല്ല നിങ്ങൾക്ക് ഫീൽ ആവുന്ന വെയിറ്റ് മെയിനായിട്ട് തോന്നിക്കുന്ന ഒരു പാർക്കിംഗ് ലോട്ടിൽ നിന്ന് എടുക്കുമ്പോഴോ. പക്ഷേ പാർക്കിംഗ് ലോട്ടിൽ നിന്നൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതായത് പ്രോപ്പറായിട്ട് എടുക്കേണ്ട രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും. അതായത് ഒരു കൈ ഹാൻഡിലും ഒരു കൈ ഇവിടെയും പിടിച്ച് ഗ്രാബിലും പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പാർക്കിംഗ് ലോട്ടിൽ നിന്ന് എടുക്കാം. പക്ഷേ വണ്ടി ചരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല വെയിറ്റ്. ചിലവർക്ക് കുഴപ്പമില്ല, പക്ഷേ മെലിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ച് ടാസ്ക് ആവും. അതായത് ചരിഞ്ഞു കഴിഞ്ഞാൽ അത്രയും വെയിറ്റ് നമ്മുടെ ഒരു കാലിൽ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ കോർണറിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഭയങ്കര രസമാവും. ഡൊമിനാർ ഭയങ്കരമായിട്ട് നല്ല കിടന്നു വരും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ തോന്നും ഓക്കെ മറ്റേ വണ്ടീനെക്കാട്ട് കിടന്നു വരുന്ന രീതിയിൽ നമുക്ക് വണ്ടി വരും. പക്ഷേ അത് തിരിച്ചെടുക്കാൻ കുറച്ചൊന്ന് പാടാണ്. കാരണം ഈ ഹാൻഡിൽ സൈഡ് ഭയങ്കര വെയിറ്റാണ്. ഈ ഫ്രണ്ട് ഹാൻഡിൽ ഡൊമിനാർ 250ക്ക് പക്ഷേ ഇത്ര വെയിറ്റ് ഇല്ല ഫ്രണ്ട് സൈഡ്. പക്ഷേ ഇതിനെന്ന് പറയുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കോർണറിൽ എൻ്റർ ആവുന്നതിനെക്കാട്ടും പാടാണ് അതായത് നമുക്ക് തിരിച്ച് വളച്ചെടുക്കാമെന്ന് പറഞ്ഞ കാര്യം. അതൊന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾ ഏത് വണ്ടി എടുക്കാൻ പോയാലും ആദ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഓക്കെ, നമുക്കിത് ഓടിച്ചുകൊണ്ട് എടുക്കാൻ പറ്റാത്ത കാരണങ്ങൾ ആദ്യത്തെ കാര്യം എൻ്റെ മൈക്ക് കുറച്ച് ഷോക്കാണ്. പിന്നെ ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്, അപ്പോൾ സ്പീഡോമീറ്ററിൽ വലിയ കാര്യമില്ല. അപ്പോൾ നമ്മൾ നിന്ന് പറയുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഓക്കെ, അടുത്ത് എൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 174 ആണ്. അപ്പോൾ എനിക്കിത് ഫ്ലാറ്റ് ഫുട്ടാണ് 2 കാലും. ഓക്കെ, പക്ഷേ ഈ ഒരു ഫുഡ് പാക്ക് കുറച്ച് അനങ്ങിയാണ്, കാല് തട്ടും. ഇപ്പുറത്തെ സൈഡ് ഓക്കെ, പക്ഷേ അല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഫുട്ടാണ്. അപ്പോൾ 800 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞവർക്കും ഇതിൽ ഓടിക്കാം. അത്യാവശ്യം സീറ്റ് ഹൈറ്റൊക്കെ കുറഞ്ഞ വണ്ടി തന്നെയാണ്. ഹൈറ്റ് ഒരു വിഷയമല്ല വണ്ടിക്ക്, നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഈ വെയിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, എന്തുകൊണ്ട് ഇത്രയും വെയിറ്റിൽ ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ടൂറിങ് ചെയ്യുമ്പോൾ ഒരു 130 നിങ്ങളിങ്ങനെ ടൂർ ചെയ്യാനാണ് നിങ്ങൾക്ക് വണ്ടി ആവശ്യമെങ്കിൽ ഇത് ബെസ്റ്റാണ്. അതായത് 130 ഇതിന് വൈബ്രേഷൻസ് അധികം അറിയത്തില്ല. പക്ഷേ 130 കഴിഞ്ഞൊരു 140 കഴിയുമ്പോൾ ഈ ഫുഡ് പൈക്സിൽ നിന്ന് വൈബ്രേഷൻ വന്നു തുടങ്ങും. നമുക്ക് അത്രയും സ്പീഡിൽ എടുക്കുമ്പോൾ കുറച്ച് വൈബ്രേഷൻ വന്നു തുടങ്ങും. അതായത് നമ്മളിങ്ങനെ ത്രോട്ടിൽ എഴുതി വയ്ക്കുമ്പോഴാണ് നമുക്ക് അത്രയും സ്പീഡ് എടുക്കുമ്പോഴൊക്കെ കുറച്ച് അത്യാവശ്യം വൈബ്രേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലാണ്ടാണ് നോർമലി ആണെങ്കിൽ നമുക്കൊരു ഡീസൻറ്റിൽ ഓടിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പുതിയ വെർഷനിൽ വന്നപ്പോൾ നമുക്ക് വന്ന മെയിൻ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ സ്വിച്ച് ഗിയേഴ്സൊക്കെ ഏതാണ്ട് നമ്മുടെ ഡൊമിനാർ 250 പോലത്തെ സെയിം സ്വിച്ച് ഗിയേഴ്സ് ആണ് വരുന്നത്. നമ്മുടെ നോർമൽ പൊസിഷൻ ഇതാണെങ്കിൽ നമ്മളിന്ന് കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കണം. അതൊരു വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല, കാരണം നമുക്കൊരു അത്യാവശ്യം നല്ലൊരു പൊസിഷനാണ്. അതായത് ഹാൻഡിൽ ബാർ ഇത്രയും വൈഡ് ആയതുകൊണ്ട് തന്നെ ടൂറിങ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചിലവർ ഇതിലും ഹാൻഡിൽ ബാർ റൈസർ വെച്ചിട്ട് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ആകാറുണ്ട്. അപ്പോൾ
നോർമലി ഇത് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഹൈറ്റ് കൂട്ടാം. പിന്നെ അടുത്ത് വരുന്ന സ്വിച്ച് ഗേഴ്സ് ഓൾറെഡി ഇത് പാസ് സ്വിച്ച് വരുന്നുണ്ട്, നമ്മുടെ ഹൈ ബീം ലോ ബീം വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ, ഹോൺ, അതുപോലെ തന്നെ കിൽ സ്വിച്ച്. നമ്മുടെ ഇതെന്ന് പറയുമ്പോൾ ഹെഡ്ലൈറ്റിൽ അതായത് 2 സെക്ഷൻ, ഞാൻ ഡൊമിനാർ 250ൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ 2 സെക്ഷൻ വരുന്നുണ്ട്. അതായത് സൈഡിലത്തെ DRL തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് ഹൈ ബീം ലോ ബീം ഉണ്ട്, അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്നതിലും ഹൈ ബീം ലോ ബീം ഉണ്ട്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് ഞാൻ 250യുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ സെൽഫ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വന്ന മെയിൻ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു GPS ഹോൾഡർ പോലത്തെ, ഇത് നമുക്ക് മൊബൈൽ ഹോൾഡറായിട്ട് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു അക്സസറീസാണ്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് GPS മൗണ്ട് എന്ന് പറഞ്ഞിട്ട് 500-600 രൂപയ്ക്ക് നമ്മൾ ഒരു സ്റ്റാൻഡ് മേടിച്ച് വയ്ക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഓൾറെഡി അതായത് ബജാജ് തന്നെയായിട്ട് നമുക്ക് ഇതിലൊരു ആക്സസറീസ് ആയിട്ട് ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിൻസ്ക്രീൻ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള വിൻസ്ക്രീനാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മൾ കാരണം ഒരു ടൂറിങ് വണ്ടിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന 2 കാര്യങ്ങൾ ഇതിൽ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മുടെ ഒരു സ്റ്റെയിൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ USB യുടെ ഒരു ചാർജിങ് പോർട്ട് തന്നിട്ടുണ്ട്. ഇത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അടുത്ത് നമുക്ക് ഡിസ്പ്ലേയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ ഫസ്റ്റ് BS6 വന്ന പോലെ തന്നെയാണ് OBD2 വന്നിട്ടുള്ളത്, വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് പിന്നെ ഈ ഒരു കുഞ്ഞ് മീറ്റർ ഉണ്ട്. ഇതിൽ നമുക്ക് ഓൾറെഡി ഉള്ളത് തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഓടോ വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്, RPM മീറ്റർ വരുന്നുണ്ട്, നമ്മുടെ സ്പീഡോ വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. പിന്നെ ആവറേജൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഇവിടെ 2 സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഇത് വെച്ചാണ് നമ്മൾ ഡയൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ഫ്യൂൽ ഇല്ലാത്തതുകൊണ്ട് ഫ്യൂൽ വന്നുകൊണ്ട് കിടക്കുന്നുണ്ട്. ABSൻ്റെ അടുത്ത് ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ അറിയാൻ പറ്റും, ഫ്യൂൽ എഫിഷ്യൻസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ അങ്ങനെ കുറച്ച് അത്യാവശ്യം ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. പിന്നെ ഈ RPM മീറ്റർ നല്ല രസമുണ്ട്. അതായത് ഈ ഒരു 6500 കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രോപ്പർ പവർ ബാൻഡ് വന്ന് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു വണ്ടി ഒരു കയറ്റം കയറും. ഇപ്പോൾ നമുക്ക് ഇതിൽ സ്പീഡ് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വലുതായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. നമുക്കിത് അത്യാവശ്യം നല്ലതായിട്ട് കയറുന്നുണ്ട് വണ്ടി. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത വണ്ടിയുടെ എക്സോസ് സൗണ്ട് ഒന്ന് കേട്ടോ. നോർമലി ഡൊമിനാറിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ സെറ്റ് സൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിരിക്കത്തില്ല, ഇതൊരു ഷോർട്ട് ടൈം റിവ്യൂ ആണ്. ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത്രയായിരിക്കും വരുന്നത്. സ്വിച്ച് ന്യൂട്രൽ തന്നെയല്ലേ? ന്യൂട്രൽ. എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇത് ക്രാങ്ക് ചെയ്ത് വെക്കേണ്ട, അത്യാവശ്യം നല്ല സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്, എക്സോസ് നോട്ട് എന്ന് പറയുമ്പോൾ. അതൊക്കെ അത്യാവശ്യം കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് ആരൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ബിഗിനറിന് റെക്കമെൻഡ് ചെയ്തില്ല. മിനിമം ഒരു 150 എങ്കിലും അവർ ഓടിച്ച് പരിചയമുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ ബിഗിനർ എടുക്കരുതെന്ന് പറഞ്ഞാൽ ഇതാരും നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ബിഗിനറിനും കുഴപ്പമില്ല. കാരണം പവർ ഡെലിവറി ഭയങ്കര അഗ്രസീവായിട്ടല്ല ഇത് നടത്തുന്നത്. ഒരു മിനിമം ഒരു ബിഗിനർ ഫ്രണ്ട്ലി എന്ന് പറയാം. ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി അല്ല, എന്നാൽ ഭയങ്കര അഗ്രസീവ് അല്ല, അങ്ങനത്തെ ഒരു നേച്ചറിൽ ഒരു മിഡിലിരിക്കുന്നതാണ്. അപ്പോൾ ആ കൂടി എനിക്ക് എപ്പോഴും വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വെയിറ്റാണ്. നമ്മൾ അധികമായിട്ട് കൈ കൊടുക്കുമ്പോൾ പുറകെ വീലൊക്കെ ചിലപ്പോൾ ഒന്ന് പാളാനുള്ള ചാൻസസ് ചില സ്ഥലങ്ങളിൽ കൂടുതലാണ്. കാരണം ഞാൻ ഡൊമിനാർ ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഓടിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ നടക്കുന്നത് പുറകെ വീല് സ്ലിപ്പായി പോകാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ആ ഒരു ടയറിൻ്റെ ഇതാണ്. അപ്പോളൊക്കെ ഇട്ട് H1 ആക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സ്റ്റിൽ വെയിറ്റ് ഒരു ഫാക്ടറാണ്. നിങ്ങൾ ആര് വണ്ടി എടുക്കുന്നതിന് മുമ്പും എനിക്കിതിൽ പവർ വലിയ കുഴപ്പമില്ല, 40 bhp ഉണ്ട്, എന്നാലും നല്ലൊരു അത്യാവശ്യം പവർഫുൾ വണ്ടിയാണ്, ടോപ്പ് സ്പീഡും ഉണ്ട്. അതുകൊണ്ട് ബിഗിനർ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. മിനിമം ഒരു 200cc അല്ലെങ്കിൽ 150cc. ഇനി എന്തൊക്കെ പറഞ്ഞാലും ബിഗിനർ ചാടി കയറി എടുക്കും, എനിക്കറിയാം. ഇതൊന്നും നിങ്ങൾ കണക്കാക്കത്തില്ല. സ്റ്റിൽ നിങ്ങളിത് വണ്ടി ഓടിക്കാൻ അല്ലെങ്കിൽ ഒരു നിങ്ങളെ കയ്യിൽ നിന്നു എന്ന് നിങ്ങൾക്ക് ഒരു ധൈര്യം വന്നതിന് ശേഷം വേണം കൈയൊക്കെ കൊടുത്തു തുടങ്ങാൻ വേണ്ടി. കാരണം അത്യാവശ്യം നല്ല സ്പീഡിൽ കയറും. അതായത് എനിക്ക് തോന്നുന്നത് ഞാനിത് ഒരു 0 to 60 നോർമൽ വണ്ടിയിൽ അടിച്ചതിൻ്റെ ടോപ്പ് സ്പീഡ് അതായത് ടോപ്പ് സ്പീഡല്ല, 0 to 60 അടിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടാവാം. നോർമൽ 0 to 60 ആണ്. അതായത് നമ്മുടെ ഫസ്റ്റ് ജെൻ വണ്ടിയാണ്. അതായത് നമ്മുടെ BS6 വണ്ടിയിൽ ഞാൻ അടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് 0 to 60 ഒക്കെ പെട്ടെന്ന് കയറുന്നുണ്ട്. ടോപ്പ് സ്പീഡ് എന്ന് പറയുമ്പോൾ 160+ ഒക്കെ വണ്ടി കയറും. അപ്പോൾ അത്രയും നല്ല പവർഫുൾ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ കണ്ടു വേണം ഓടിക്കാൻ വേണ്ടി. എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകണമെങ്കിൽ ഫസ്റ്റ് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് അത്യാവശ്യം ഡിസ്റ്റൻസ് ഒന്ന് ഓടിച്ച് നോക്കുക. കാരണം കുറച്ച് ടേണിങ് ഉള്ളടുത്ത് ഓടിച്ചാൽ അത്രയും നല്ലതായിരിക്കും. കാരണം സ്ട്രെയിറ്റ് റോഡാണ് നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇതും മനസ്സിലാവത്തില്ല. കാരണം സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ നോർമൽ വണ്ടി പോലെ പോകും.
കോർണറിങ്ങും അല്ലെങ്കിൽ കുറച്ച് വളവും തിരിവൊക്കെ ഉള്ളിടത്താണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഡൊമിനാർ 400 OBD2 വെർഷൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ എന്ന് പറയാൻ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എനിക്കറിയാം ഇത് വെറൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ എൻ്റെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി കിട്ടിയത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വണ്ടികൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്താണ്, നെയ്യാറ്റിൻകരയിലാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് വണ്ടീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ RS ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ N150 250 സീരീസ് NS അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്, അതായത് ഓൺ റോഡ് പ്രൈസ് അങ്ങനത്തെ കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നിപ്പോൾ 2,48,000 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ, 40 സംതിങ്ങോ 50 സംതിങ്ങോ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഞാൻ കറക്റ്റ് താഴെ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ വല്ല നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. വണ്ടി പോ. താങ്ക്സ്. അവിടെ എത്തിയപ്പോൾ പോയി. ഓക്കെ, താങ്ക്സ്. ഈ പേച്ച പോയി.